ഉപദ്രവിക്കാൻ ശ്രമിച്ച യുവാവിൽ നിന്നും 13-കാരിയായ വിദ്യാർത്ഥിനിയെ രക്ഷിച്ച് മാതൃകയായി നൂറനാട് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളായ മഞ്ജുവും ശാലിയും. രണ്ടാഴ്ച മുൻപ് വൈകുന്നേരം മഴ പെയ്യുമ്പോഴാണ് നൂറനാടിന് സമീപമുള്ള റോഡിൽ വെച്ച് ക്രിമിനൽ പശ്ചാത്തലമുള്ള യുവാവ് നഗ്നത പ്രദർശിപ്പിച്ച ശേഷം പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. നൂറനാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേന അംഗങ്ങളാണ് ഞങ്ങൾ രണ്ടുപേരും. ഞാൻ 11-ാം വാർഡിലേതും ഷാലി 4-ാം വാർഡിലേതുമാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഞങ്ങളെയാണ് ഈ പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ പഞ്ചായത്തിൻ്റെ വണ്ടിയിലെ ഡ്രൈവർമാരായിട്ട് ഞങ്ങളെയാണ് നിയമിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അന്നേ ദിവസം നവംബർ 8-ാം തീയതി 4 മണി സമയത്ത് ഭയങ്കര മഴയായിരുന്നു. വണ്ടിക്കകത്ത് ചാർജും കുറവായിരുന്നു. എങ്കിലും ഞങ്ങൾ പ്ലാസ്റ്റിക് എടുക്കാൻ പോകുന്ന വഴിക്ക് ഈ കുഞ്ഞിനെ ഒരുത്തം ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നതാണ് കണ്ടത്. കുഞ്ഞ് ഞങ്ങളെ കണ്ടതും വിളിച്ചു പോയി ഞങ്ങളുടെ അടുത്തോട്ട് ഓടി വന്നു. അപ്പം കുഞ്ഞിനോട് ചോദിച്ചാൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചപ്പോൾ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു അയാളെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെ കണ്ടത് ഇയാൾ വണ്ടി സ്റ്റാർട്ടാക്കി വെച്ചിരിക്കുമായിരുന്നു. ഞങ്ങളെ കണ്ടത് ഇയാൾ കൊച്ചിൻ്റെ കൈ പിടിയിട്ടിട്ട് ഇയാൾ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ് ചെയ്തത്. അപ്പം കുഞ്ഞിനോട് വീട്ടിൽ പോക്കോ, ഞങ്ങൾ അവനെ വിടത്തില്ല എന്നും പറഞ്ഞാണ് ഞങ്ങൾ ഇവനെ പുറകെ ഫോളോ ചെയ്യുന്നത്. പക്ഷെ അവനറിയത്തില്ലായിരുന്നു ഞങ്ങൾ പുറകെ ചെല്ലുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ പറയംകുളം ഭാഗത്ത് ചെന്നപ്പോൾ ഇവൻ സൈഡിലോട്ട് വണ്ടി ഒതുക്കി വെക്കാൻ ഭാവിച്ചപ്പോഴത്തേക്കും ഞങ്ങളങ്ങ് നല്ല സ്പീഡിലായിരുന്നു അവൻ പൊയ്ക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ഞങ്ങളവിടെ ചെല്ലുകയും ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇവനെ വണ്ടിയുടെ മുന്നിൽ ചെന്നിട്ട് ഇറങ്ങണം, നീ എന്തോ കൊച്ചിൻ്റെ അടുത്ത് കാണിച്ച് നീ ഇറങ്ങുമെന്നും പറഞ്ഞ് ഇവനുമായിട്ട് പിടിവലി ഉണ്ടായെങ്കിലും അവിടുന്ന് ഇവൻ രക്ഷപ്പെട്ടുപോയി. അപ്പം ഞാൻ റോഡിൽ ഇറങ്ങി നിൽക്കുവായും ഷാലി വണ്ടിക്കകത്തിരിക്കുകയും കൂടെ ആയിരുന്നു. അപ്പം ഇവൻ വണ്ടിയെടുത്ത് എന്നെ വെട്ടിച്ച് വണ്ടിയെടുത്ത് പോയ സമയത്ത് ഷാലി ഈ വണ്ടിയുടെ പുറകെ വെച്ച് പിടിക്കുകയുണ്ടായി. അങ്ങനെ അവൻ പാറ ജംഗ്ഷനിൽ നിന്ന് വടക്കോട്ട് നമ്മുടെ പടനിലം പഞ്ചായത്ത് വരെ അവനെ ഷാലി ഫോളോ ചെയ്തായിരുന്നു. പക്ഷെ അവനെ പിടിക്കാൻ പറ്റിയില്ല. അവൻ അവിടുന്ന് വടക്കോട്ട് എടപ്പോൺ ഭാഗത്തോട്ട് അങ്ങ് പോവുകയും ചെയ്തു. ഹരിതകർമ്മസേനയുടെ വാഹനം ഓടിക്കുന്ന മഞ്ജുവും ശാലിയും ഈ സമയം ഇതുവഴി എത്തിയത് കൊണ്ട് മാത്രമാണ് പെൺകുട്ടിയെ ഇയാളിൽ നിന്നും രക്ഷിക്കാനായത്. നമ്മുടെ ഈ വിവരങ്ങളെല്ലാം വെച്ച് നമ്മുടെ വാർഡ് മെമ്പറും കൊച്ചിൻ്റെ അച്ഛനും എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ നൂറനാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും അവിടെയുള്ള എല്ലാ CCTV ക്യാമറകളും ചെക്ക് ചെയ്യുകയും ചെയ്തു. ഇവൻ റെയിൻകോട്ടും ഹെൽമെറ്റും ധരിച്ചേക്കുന്നതുകൊണ്ട് ഇവൻ്റെ മുഖം വ്യക്തമായിരുന്നില്ല. അതുപോലെ വണ്ടിയുടെ നമ്പർ ആ പറയംകുളത്ത് വെച്ച് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു മിന്നായം പോലെ ഞാൻ കണ്ടതാണ് 6790. അപ്പോൾ അതിന് മുന്നിലുള്ള മറ്റുള്ളതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് വെച്ചൊന്നും ഇവനെ പിടിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് മെനഞ്ഞാന്ന് ഞാനാണെങ്കിൽ ചായക്കടയിൽ ഈ വണ്ടി ഇരിക്കുക. അന്ന് മുതൽ വെള്ള ആക്റ്റീവ 6790 തപ്പി നടക്കുമായിരുന്നു. അങ്ങനെയാണ് ചായക്കടയുടെ മുന്നിൽ വണ്ടി ഇരിക്കുന്നത് കണ്ടത്. അപ്പം പെട്ടെന്ന് ഞാൻ ഈ വണ്ടിയുടെ ഫോട്ടോ എടുത്തു. അപ്പോൾ ഇവൻ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന് അവിടുന്ന് ചോദിച്ചു, എന്തിനാ ഫോട്ടോ എടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു ആവശ്യമുണ്ട്, കാര്യം ഉണ്ടായിട്ടാണെന്ന് പറഞ്ഞ് ഞാൻ ഫോട്ടോ എടുത്ത് ഞാനങ്ങ് പോവുകയും ചെയ്തു. അപ്പം അവൻ പറഞ്ഞു എടുത്തുകൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വണ്ടിയുടെ നമ്പർ ഫേക്കായിരുന്നു. ഞാനത് ഉടനെ തന്നെ നമ്മുടെ നൂറനാട് SIയെ വിളിച്ച് കാര്യം പറയുകയും ഈ ഫോട്ടോ സാറിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. അവർ പിന്നീട് വന്ന് ഈ കടയിൽ CCTV ഉള്ളത് കൊണ്ട് ഇവൻ്റെ ആ ഒരു രൂപം ഹെൽമെറ്റും റെയിൻകോട്ടും ഇട്ടാൽ മാത്രമേ അതിന് മുന്നേ കണ്ടിട്ടുള്ളൂ. ഇവൻ്റെ മുഖം അതിൽ കൂടി വ്യക്തമായി. അങ്ങനെ അവനെ ഇന്നലെ രാവിലെ കായംകുളം റെയിൽവേ സ്റ്റേഷനിലിട്ട് നമ്മുടെ നൂറനാട് പോലീസ് പിടിക്കുകയുണ്ടായി. നമ്മുടെ ഈ വാർഡിലെ മെമ്പർ ഗീതാ പൂക്കുട്ടൻ അന്ന് രാത്രി 11 മണി വരെ കുട്ടിയുടെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ക്യാമറയെ നോക്കാനായാലും എല്ലാ കാര്യത്തിനും ഇതുവരെയും അവരോടൊപ്പം അതുപോലെ തന്നെ നമ്മുടെ നൂറനാട് പോലീസ് സ്റ്റേഷനിലെ എല്ലാ സാറുമാരും ഈ കേസ് വളരെ നല്ല രീതിയിലാണ് കണ്ട് ഇന്നലെ ആ പുലിയെ പിടിച്ചത്. ഇത് വളരെയധികം സന്തോഷമുണ്ട്. ഇനി ഇതുപോലൊരു വ്യക്തി നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പേടിപ്പിക്കാൻ ഇടവരരുത്. നൂറനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സണും നമ്മുടെ ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയായ ഗീതാ പൂക്കുട്ടനാണ് ഞാൻ. 8-ാം തീയതി ഈ സംഭവം നടന്ന് ഞങ്ങളത് ആ രാത്രി തന്നെ CCTV കാര്യം കേസ് കൊടുത്തതിന് ശേഷം ആ കുട്ടിയുടെ അച്ഛനും ഞങ്ങൾ DYFIയുടെ കുറച്ച് പ്രവർത്തകരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും 11:30 വരെയും CCTV ഉള്ള പ്രദേശങ്ങളിലെല്ലാം ഞങ്ങൾ തിരക്കി നടന്ന് കിട്ടിയില്ല. നമ്മളെല്ലാ പിന്തുണയും നൽകി നൂറനാട് പോലീസ് സ്റ്റേഷനിലെ നിതീഷ് സാർ ഉൾപ്പെടെ ആ ആ അന്വേഷണം എല്ലാം നല്ല മികച്ച ഒരു ഇതോടുകൂടി കണ്ടെത്തി എല്ലാവരോടും അഭിനന്ദനം അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വാർഡിൻ്റെ ഞങ്ങളുടെ ഈ വാർഡിലെ അംഗം കൂടിയും ഹരിതകർമ്മ സേനയിലെ 2 അംഗം കൂടിയായ മഞ്ജുവും അതുപോലെ തന്നെ ഷാലിയും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചു. ഇനിയും തുടർന്നും ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിട്ട് അവർ നമുക്ക് നമ്മുടെ കൂടെ എല്ലാവരുടെയും യോജിപ്പിച്ചുകൊണ്ട് പോകുന്ന തരത്തിലേക്ക് അവർ ഈ ക്രൂരകൃത്യം കണ്ടുപിടിച്ച് അവനെ കണ്ടെത്താൻ സഹായിച്ച ഈ 2 ഹരിതകർമ്മ സേന അംഗങ്ങളെ ഏറെ അഭിനന്ദിക്കുന്നു.
ചെക്കിനോടൊപ്പം തന്നെ നമ്മൾ പിന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ എല്ലാ അതിൻ്റെ അന്വേഷണ ചുമതലയുള്ള എല്ലാ അംഗങ്ങളെ ഏറെ അഭിനന്ദിക്കുന്നു. ഈ സംഭവം നടന്ന ഹരിതകർമ്മ സേനയിൽ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ കമ്മിറ്റി ഉണ്ടായിരുന്നു. അവിടെ ചാടി ഇവർ അവിടെ വരികയും പ്രസിഡന്റ് അന്നേരം തന്നെ നൂർനാട് സ്റ്റേഷനിൽ അറിയിപ്പിക്കുകയും വണ്ടി നമ്പർ ഉൾപ്പെടെ അവരെ അറിയിക്കുകയും ചെയ്ത് പിന്നീടും പ്രസിഡന്റും ഇതിൻ്റെ പുറകെ അന്വേഷണ ചുമതലയുള്ള പോലീസുകാരായിട്ട് ബന്ധപ്പെടുകയും ഇവരെ പിടിച്ച് ആ ദിവസം തന്നെ വൈസ് പ്രസിഡന്റ് അതുപോലെ നമ്മുടെ 14-ാം വാർഡ് മെമ്പർ കൂടിയായ ശിവപ്രസാദ്, നമ്മുടെ DYFI പ്രവർത്തകർ എല്ലാവരും അന്ന് സ്റ്റേഷനിലെത്തുകയും അതിനോടൊപ്പം നിന്ന് ഇവരെ അഭിനന്ദിക്കുകയും അതുപോലെ ഈ അന്വേഷണ ചുമതല ഏറ്റെടുത്ത ഉദ്യോഗസ്ഥരെ ഏറെ അഭിനന്ദിക്കുകയും ചെയ്തു. സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിന്നുള്ള ആദരവും അനുമോദനങ്ങളും ഏറ്റുവാങ്ങുന്ന തിരക്കിലും തങ്ങളുടെ ജോലിയോടൊപ്പം അനീതിക്കെതിരെ പോരാടുമെന്നും ഇവർ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് വേൾഡ് 1 TV, മാവേലിക്കര.